അത് നാളെ നമുക്ക് അങ്ങനെ അല്ലേ അമ്മേ? നാളെ രണ്ട് സൈഡായിട്ട് പിരിച്ചിട്ട് തക്കളി മോളെ ഇങ്ങ് വന്നേ. മോക്ക് ഡാഡി ഇന്ന് ഫ്രഞ്ച് പിന്നക്കം പിന്നെ മുടിയൊക്കെ നല്ല സ്റ്റൈലാക്കി കെട്ടില്ല. ആ എടി നീ ബ്യൂട്ടി പാർലറിൽ പോയില്ലേ? ഞാൻ അമ്മയുടെ പൈസ കൊടുത്തിരുന്നല്ലേ, ബ്യൂട്ടി പാർലറിൽ പോയി എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞല്ലേ? അതെ, അടുത്ത ആഴ്ച ഡാഡിയുടെ ഒരു കൂട്ടുകാരൻ പുതിയൊരു സീരിയൽ തുടങ്ങുന്നുണ്ട്. അതിലെ മെയിൻ ബാലതാരം തക്കളി മോള. ചിലപ്പോ ഞാൻ വില്ലനാവൂടാ. നീ സീരിയലിൽ വില്ലനായാ മതി, വീട്ടിലെ വില്ലനാവാൻ നോക്കണ്ട. ഒരു 10-15 വർഷം മുമ്പേ പാലായിന്ന് കുറ്റി പറിച്ച് വന്നപ്പോഴേ നീ ഈ വീട്ടിലെ വില്ലനായിരിക്കുക. ഇങ്ങോട്ട് തിരിഞ്ഞില്ലടി. അതെ, നിങ്ങളോടൊന്നും വർത്താനം പറയാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നോക്കണം. അതിനിപ്പോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അതെന്താ ക്ലീറ്റോ ചേട്ടാ അങ്ങനെ പറയുന്നത്? അവളുടെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അയ്യോ, അതൊക്കെ ഒരാഴ്ച മുമ്പ് ഒരെണ്ണത്തിന് എടുത്തോണ്ട് ഇരുത്തിക്കല്ലേ ഇപ്പൊ. അതെ, നിങ്ങൾ ഇനി കൂടുതൽ എന്റെ കൊച്ചിനെ ലാളിക്കണ്ട. എന്റെ കൊച്ചിനെ, എന്റെ ചോരയിലുള്ള കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം. അതിനെ പൊന്നു പോലെ, തങ്കം പോലെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ നിന്ന് ഒരു തങ്കത്തിന്റെ പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്തായി? അകത്തുണ്ട് ക്ലാവ് പിടിച്ചിരിപ്പുണ്ട്. ക്ലാവ് പിടിക്കൂടാ. എങ്ങനെ നിന്നൊക്കെ പോലുള്ള ആക്രികളെ കൂട്ടത്തിലല്ലേ അത് വന്ന് കിടക്കണേ? ക്ലാവ് മാത്രമല്ലടാ, തുരുമ്പം പിടിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു കാണൂല. അവന്റെ കണ്ണി കുരുവല്ലേ, അതിന് കാണാനുള്ള ശേഷി അവനില്ല. എന്തോ നീ കാണിച്ചോണ്ടിരിക്കണത്? ഇതെന്താണ് ഇത് മൂടി കെട്ടണത്? മുടി ഇവിടെ ഇരുന്നല്ലോ കെട്ടാറ്. ഇവിടെ നിന്ന് കെട്ടിന്ന് പറഞ്ഞാൽ ആരെങ്കിലും വല്ലതും പറയോ? ദേഷ്യം നമ്മുടെ ദേഷ്യം കാണിക്കാൻ ചെയ്യല്ലേ? മോള് മാത്രം കുളിച്ചിട്ടുണ്ടാവും അറിയാം രാവിലെ. രാവിലെ മുഖത്ത് മുഴുവൻ വെച്ച് തേച്ചു പിടിക്കും. മഹാദ്രോഹമാണ്, മഹാദ്രോഹം. കുളികെട്ട് കൊടുക്കണതാ. ഒരു പിഞ്ചു കുഞ്ഞ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ മനസ്സ് എന്ത് വേദനിക്കണമെന്ന് നമ്മ ആലോചിച്ചാ? കരയല്ലേ മക്കളെ, മക്കള് കരയണ്ട. എനിക്കൊരു കുഴപ്പമില്ല ഡാഡി. ഇനി അവൾക്ക് വിഷമമുണ്ടെങ്കിൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ കുറി തൊട്ട് കൊടുക്കാം. എവിടെ അങ്ങോട്ട് വന്ന പോലെ തന്നെ. അതൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഞാൻ ഇവിടെ അതിര് കെട്ടിയിട്ടുണ്ട്. ഇനി എന്റെ കൊച്ചു അങ്ങോട്ട് കിടക്കൂലല്ലോ. മക്കളെ നീ പറഞ്ഞ ഇങ്ങോട്ട് വരത്തില്ലെന്ന്. ഇനി അങ്ങോട്ട് വന്ന് എന്റെ മുട്ടാല് തല്ലുപിടിക്കുമെന്ന് പറഞ്ഞു. നിന്റെ കാലാണ് ആദ്യം തല്ലുപിടിക്കേണ്ടത്. കുട്ടികളോട് ഇങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഈ കുട്ടി ആ കുട്ടി വേദമൊന്നുമില്ല. ഞങ്ങൾ ഇവരെ കണ്ടിരിക്കുന്നതേ ഒരു ഞെട്ടില് 2 ഇല പോലെയാ. ഒരു ഞെട്ടില് 2 ഇല, അത് സമ്മതിച്ചല്ലോ. അതിൽ ഒരു ഇല അങ്ങ് കൊഴിഞ്ഞു പോയി വിചാരിച്ചാ മതി. കൊച്ചുങ്ങളെ മനസ്സിൽ വിഷം കുത്തിവെക്കല്ലേ? ഡേയ്, ഒരു കാര്യം എല്ലാരും ഓർമ്മിച്ചാ കൊള്ളാം. എവിടെ കിടന്ന് ഒരെണ്ണത്തിന് ദത്തെടുത്തോണ്ട് വന്നേക്കല്ലേ? ദത്തെടുത്തത് എന്നായാലും ദത്തെടുത്തത് തന്നെ അളിയാ. സ്വന്തം ചോരെ പറഞ്ഞ പോലെ ആവൂല കേട്ടോ. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവൂല. ഒരു ചൊല്ലുണ്ട്. മക്കളെ